ആദ്യമായി നമ്മളുടെ അധ്യക്ഷൻ കുര്യൻ ജോസഫ് അവറുകളെ എൻ്റെ പേരിലും ഈ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ആശംസിച്ചു. അടുത്തതായി ഇത് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ബൈജു കുറ്റിക്കാടനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കും. ഇന്നിവിടെ മുഖ്യാതിഥിയായ കലാഭവൻ ക്ഷേത് വിശ്വനാഥൻ മുത്തേടത്ത് വൈസ് പ്രസിഡന്റ്, ഡോക്ടർ ജോബി ജോൺ സെക്രട്ടറി, ശ്രീ ദിലീപ് മണക്കാട് ജോയിന്റ് സെക്രട്ടറി, ശ്രീമതി ഡെല്ല ദിനേശ് ട്രഷറർ, ശ്രീ ഉണ്ണികൃഷ്ണൻ പുലാപ്പറമ്പിൽ എക്സിക്യൂട്ടീവ് മെമ്പർ, ശ്രീ ബാബു ജോസ് പുത്തനങ്ങാടി എക്സിക്യൂട്ടീവ് മെമ്പർ, ശ്രീ പോടി ആലപ്പാട് എക്സിക്യൂട്ടീവ് മെമ്പർ, ശ്രീ ജോൺസൺ പൊക്കത്ത് എക്സിക്യൂട്ടീവ് മെമ്പർ, ശ്രീ അജയൻ മണക്കാട് എക്സിക്യൂട്ടീവ് മെമ്പർ, ശ്രീ ജയ്ജു നാലപ്പാടൻ എക്സിക്യൂട്ടീവ് മെമ്പർ, ശ്രീമതി ഷീല ജോയ് എപ്പറമ്പൻ എക്സിക്യൂട്ടീവ് മെമ്പർ, ശ്രീമതി ലിസ സിജു മന്നി എക്സിക്യൂട്ടീവ് മെമ്പർ. 23,625 രൂപ. ആകെ വരവ് 1,37,810 രൂപ. സ്വാതന്ത്ര്യദിനാഘോഷ ചെലവുകൾ 1,900 രൂപ. ഓണാഘോഷ ചെലവുകൾ 45,965 രൂപ. നമ്മൾ റെസിഡൻസിൻ്റെ ഇപ്പോൾ ഞങ്ങൾ ഭരണസമിതി ഏറ്റെടുത്തിട്ട് 2 കൊല്ലമായി. ഇപ്പോൾ ആവശ്യം 2 കൊല്ലം പൂർത്തീകരിച്ചതിൻ്റെ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അത് ഞങ്ങൾ നോട്ടീസിൽ പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. 2 കൊല്ലം തരക്കേടില്ലാതെ പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നേരത്തെ ഇവിടെ വായിച്ചപ്പോൾ 161 കുടുംബാംഗങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നിപ്പോൾ 5 പേര് മാറി 156 പേരായി. പരസ്പര സ്നേഹത്തിൻ്റെ കള്ളവും ചതിയുമില്ലാത്ത ഒരു കാലത്തിൻ്റെ ഓർമ്മയായിട്ടാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത്. നേരത്തെ ഇവിടുത്തെ പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ച പോലെ ഇപ്പോഴെല്ലാം ഹൈടെക് യുഗത്തിലൂടെ കടന്നു പോവുകയാണ്. പരസ്പരം തൊട്ടടുത്തുള്ളവർക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ തൊട്ടടുത്ത സ്വന്തം വീട്ടിലുള്ളവർക്ക് പോലും വാട്സപ്പിലൂടെയും മറ്റ് ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ മെസ്സേജ് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ റെസിഡൻസ് അസോസിയേഷനുകളും മറ്റ് കൂട്ടായ്മകളും ഈ ജനങ്ങളോട് തമ്മിലുള്ള സ്നേഹവും സൗഹാർദ്ദവും വളർത്തുന്നതിന് ഒരുപാട് ഉപകരിക്കുന്നുണ്ട്. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അരി നാഴിയായാലും അടുപ്പുകല്ല് 3 വേണമെന്നാണ്. പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ആള് കുറവ് എന്ന ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഉള്ളത് ശക്തമാണ്. നിങ്ങൾ ഇരിക്കുന്ന ഹോള് വളരെ എല്ലാ കാര്യങ്ങളിലും അരി നാഴിയല്ല, 4 ഇടങ്ങഴി വെച്ചാലും അടുപ്പുകല്ല് ഈ 3 കല്ല് തന്നെ ധാരാളമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷൻ ഇന്ന് നമുക്ക് ഇരിഞ്ഞാലക്കുടയ്ക്കല്ല, തൃശ്ശൂരിനല്ല, കേരളത്തിന് തന്നെ മാതൃകയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഈ കുടുംബാംഗങ്ങൾക്കും ഒറ്റവാക്കിൽ ഞാൻ ഈ വൈകിയ വേളയിൽ ഇനി കലാപരിപാടികളെല്ലാം തുടങ്ങാനുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞ 13 വർഷത്തിൽ 12 വർഷവും റെസിഡൻസ് അസോസിയേഷനിൽ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. ഈ 2 വർഷവും എല്ലാ യോഗങ്ങളിലും പൊതുയോഗത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർഷം ഞാനൊന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചത് വളരെ ആരോഗ്യ പ്രശ്നം കൊണ്ട് തന്നെയാണ്.